എന്തൊക്കെയല്ലേ നമ്മുടെ നാടുകളിൽ കേൾക്കേണ്ടിയും കാണേണ്ടി വരുന്നത്. ഒരു ഭർത്താവിന്റെ ഉമ്മയും ഉപ്പയും പെങ്ങളും ചേർന്ന് ഒരു പാവപ്പെട്ട ഒരു പൊന്നുമകളെ കഴുത്ത് ഞെരുക്കി കൊല്ലാണ്. എങ്ങനെയാണിടാ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ഒരു പച്ചക്കിട്ട് ഒരു മനുഷ്യന്മാരെ കൊല്ലാൻ വേണ്ടി മനസ്സ് വരുന്നത്? നിങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിയുള്ള ആളുകളെ, ഭക്ഷണം കഴിക്കുന്ന ആളുകളല്ലേ? അല്ല, മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടാത്ത ആളാണോ? മൃഗത്തിന്റെ കൂട്ടത്തിൽ പെട്ട ആളാണോ? ഇത്രയ്ക്കും ക്രൂരത ചെയ്ത് ഏതോ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പാവപ്പെട്ട പൊന്നുമകളെ നിങ്ങൾക്ക് കഴുത്ത് ഞെരുക്കി കൊല്ലാൻ വേണ്ടി ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സ് സമ്മതിച്ചത്? നിങ്ങൾക്ക് ആ മകള് വേണ്ടെങ്കിൽ മാന്യമായിട്ട് അവളെ വീട്ടിലേക്ക് പറഞ്ഞേച്ചൂടെ? അല്ലെങ്കിൽ നിന്റെ മകൻ കല്യാണം കഴിക്കുമ്പോൾ പറയാ, നീ കല്യാണം കഴിക്കരുത്, നമ്മുടെ വീട്ടിലേക്ക് വേണ്ട, നീ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് എന്ന് പറഞ്ഞ് ആ മകനെങ്കിലും ഉപദേശിച്ച് നിങ്ങൾക്ക് കല്യാണം മുടക്കുമായിരുന്നല്ലോ. എന്തിനും ഇല്ലാത്ത വഴിയിലേക്ക് തുറന്നു കൊടുത്തു ഒരു മകൻ കെട്ടിക്കൊണ്ടുവന്ന ഒരു ഭാര്യയെ ദാരുണമായി കഴുത്ത് ഞെരുക്കി കൊല്ലുന്നത്. ആ പാവപ്പെട്ട പിഞ്ചു കുഞ്ഞിന്റെ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വന്നു പോവാണ്. കഴുത്ത് ഞെരുക്കി കൊല നടത്താണ്, എന്നിട്ട് കൈ പിടിച്ച് പൊളിക്കാണ്, കാലിൽ ചവിട്ടി അമർത്താണ്. നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോടോ? മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പറയാൻ പറ്റുമോ? ഇത്തിരി ഒരു ബുദ്ധി നിങ്ങൾക്കില്ലേ? ഇതിനൊക്കെ അക്കമിട്ട് പടച്ചവൻ നിങ്ങൾക്ക് മറുപടി നൽകാതിരിക്കില്ല കേട്ടോ. ഒരു പാവപ്പെട്ട കുടുംബത്തിന്റെ ഒരു പെണ്ണിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു. അർഹമായ ശിക്ഷ എന്താണോ നിയമത്തിന്റെ മുമ്പിൽ വരുന്നത് അതെല്ലാം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. കിട്ടിയില്ലെങ്കിൽ കിട്ടുന്നത് വരെ എല്ലാ ആളുകളും വീഡിയോ ഷെയർ ചെയ്യണം. ഇത് അവസാനമൊന്നല്ല, ഇതുപോലത്തെ എത്രയോ വീടുകളിൽ പെൺമക്കൾ അനുഭവിക്കുന്നുണ്ട്. സ്വന്തം ഭർത്താവിന്റെ അച്ഛന്റെയും അമ്മന്റെയും വാക്ക് കേട്ട് ആത്മഹത്യയിലേക്ക് പോലും പോയ ആളുകൾ എത്രയോ എനിക്ക് പരിചയമുള്ള ആളുകളുണ്ട്. എൻ്റെ വീഡിയോ കാണുന്ന പല ആളുകളും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്. എത്രയോ വീടുകളിൽ നരകം പോലെ ജീവിക്കുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അതുകൊണ്ട് പണം നോക്കി, വീട് നോക്കി, കാറ് നോക്കി നിങ്ങൾ ഒരാൾക്കും കല്യാണം കഴിച്ചു കൊടുക്കരുത് കേട്ടോ. പണം ഏതുവരെയാണ് ഉള്ളത് അതുവരെ തന്നെ സ്നേഹമുണ്ടാകും. ഈ സ്നേഹം നോക്കി അല്ലെങ്കിൽ മാന്യമായ നിലക്ക് ദീന് നോക്കി കൊടുത്താൽ അത് ഖിയാമത്ത് നാൾ വരെ അതിന്റെ പാരമ്പര്യം നിലനിൽക്കും. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഓരോ നെരികേടുകളും ഓരോ വീട്ടിൽ നിന്ന് നിങ്ങൾ കാണേണ്ടി വരും. അതിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് സ്വന്തം മകളായിരിക്കും, ഇല്ലെങ്കിൽ മകനായിരിക്കും. ഇത് നിങ്ങൾ എല്ലാ ആളുകളും ഓർക്കണം, വളരെയധികം ശ്രദ്ധിക്കണം. ഓക്കെ.